ഈ മാസം നിങ്ങളുടെ റേഷൻ കാർഡിന് എന്തൊക്കെ കിട്ടും, സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പുറത്ത് പെയ്യുന്ന കനത്ത മഴയിലും അടുപ്പിലെ കനലുകൾ കെടാതെ കാക്കുന്ന ഒരു പുണ്യമുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് നമ്മുടെ റേഷൻ കടകൾ. അരി കൊണ്ടൊരു നേരത്തെ വിശപ്പടക്കാനും കറി കൊണ്ടൊരു നേരത്തെ വറുതി മാറ്റാനും സാധാരണക്കാരൻ ആദ്യം എത്തി നോക്കുന്ന ആ ചതുരക്കടലാസ്, അതെ, നമ്മുടെ സ്വന്തം റേഷൻ കാർഡ്. ഇന്ന് റേഷൻ കാർഡ് പലർക്കും അത് വെറുമൊരു കാർഡ് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ അടുക്കളയിൽ തീ അണയാതിരിക്കാൻ സഹായിക്കുന്ന വിശ്വാസമാണ്. ഒരു അമ്മയുടെ മനസ്സമാധാനമാണ്, ഒരു വയോധികൻ്റെ ആശ്വാസമാണ്, ഒരു സാധാരണ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയുടെ ആദ്യ പടിയാണ്. മഞ്ഞയും പിങ്കും ഒരു വശത്ത്, നീലയും വെള്ളയും മറുവശത്ത്. കൺമുൻപിലെ ഈ നിറഭേദങ്ങൾ വെറും കാർഡുകളല്ല, ഓരോ കുടുംബത്തിൻ്റെയും അതിജീവനത്തിൻ്റെ അടയാളങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ റേഷൻ കാർഡ് എങ്ങനെ BPL ആക്കാമെന്ന് ചർച്ച ചെയ്തിരുന്നു. അന്ന് നിങ്ങളിൽ പലരും ചോദിച്ചു, സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ആനുകൂല്യങ്ങളും ഈ മാസം നിങ്ങളുടെ കാർഡിന് ലഭിക്കുന്ന കൃത്യമായ റേഷൻ അളവും എന്തൊക്കെയാണ് എന്ന്. വളരെ ലളിതമായി ഇന്ന് നമ്മളത് പരിശോധിക്കുകയാണ്. വീഡിയോ മുഴുവനായും കാണുക. പക്ഷേ പലർക്കും ഇന്നൊരു സംശയമുണ്ട്, എൻ്റെ റേഷൻ കാർഡിന് ഈ മാസം എന്തൊക്കെ ലഭിക്കും, അതുപോലെ മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും എന്താണ് വ്യത്യാസം, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നൽകുന്ന സൗജന്യ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്. ആദ്യം നമുക്ക് തിളങ്ങി നിൽക്കുന്ന മഞ്ഞ കാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കരുതൽ കൂടുതൽ ആവശ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ളതാണ് അന്ത്യോദയ അന്ന യോജന അഥവാ ഈ മഞ്ഞക്കാർഡ്. പട്ടിണിയുടെ നാളുകളിലും ഇവരുടെ വയർ നിറയ്ക്കാൻ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ചെറുതല്ല. ഈ മാസം മഞ്ഞ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് 35 കിലോഗ്രാം ധാന്യമാണ്. ഇതിൽ ഭൂരിഭാഗവും തികച്ചും സൗജന്യമായി ലഭിക്കുന്ന അരിയും ഗോതമ്പുമാണ്. ഇതുകൂടാതെ 1 കിലോ പഞ്ചസാരയും വളരെ കുറഞ്ഞ നിരക്കിൽ കാർഡ് ഉടമകൾക്ക് കൈപ്പറ്റാം. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരമുള്ള കൃത്യമായ അളവ് റേഷൻ കടകളിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ റേഷൻ വ്യാപാരിയോട് ചോദിച്ച് ഇത് കൃത്യമായി വാങ്ങാൻ മറക്കരുത്. അടുത്തത് പിങ്ക് കാർഡിനുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇനി നമ്മുടെ മുൻഗണനാ പട്ടികയിലെ രണ്ടാമത്തെ കാർഡാണ് പിങ്ക് കാർഡ്. അർഹതയുള്ളവരുടെ കൈകളിൽ ആനുകൂല്യങ്ങൾ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പിങ്ക് കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. പിങ്ക് കാർഡുള്ള കുടുംബത്തിലെ ഓരോ അംഗത്തിനും 5 കിലോഗ്രാം വീതം ധാന്യമാണ് ഈ മാസം ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ ആകെ 20 കിലോഗ്രാം സൗജന്യ റേഷൻ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതിൽ അരിയും സ്റ്റോക്കിൻ്റെ ലഭ്യതയനുസരിച്ചുള്ള ഗോതമ്പോ ആട്ടയോ ലഭിക്കുന്നു. കേന്ദ്ര കേരള സർക്കാരുകളുടെ സംയുക്ത ആനുകൂല്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ POS മെഷീനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിരലടയാളം പതിപ്പിക്കുന്നതിന് മുൻപ് സ്ക്രീനിലെ അളവ് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനിയും നീല വെള്ളക്കാർഡുകൾ. പൊതുസമൂഹത്തിൽ വരുന്ന നീല വെള്ളക്കാർഡുകളുടെ കാര്യത്തിലേക്ക് നോക്കാം. മുൻഗണന ഇതര വിഭാഗമാണെങ്കിലും സർക്കാർ സബ്സിഡി നിരക്കിൽ വലിയൊരു ആശ്വാസമാണ് ഈ കാർഡുകൾ മലയാളികൾക്ക് നൽകുന്നത്. നീല കാർഡുള്ളവർക്ക് ഈ മാസം കൃത്യമായ അളവിൽ സബ്സിഡി അരിയും കുറഞ്ഞ നിരക്കിൽ ഗോതമ്പും ലഭ്യമാണ്. കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ വീതം അരിയാണ് പൊതുവെ ലഭിക്കാറുള്ളത്. എന്നാൽ വെള്ളക്കാർഡുകാർക്ക് കാർഡ് ഒന്നിന് നിശ്ചിത അളവിൽ അരി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. ഉത്സവകാലങ്ങളിലോ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴോ സർക്കാരിൻ്റെ പ്രത്യേക സ്പെഷ്യൽ അരി വിതരണവും ഈ കാർഡുകാർക്ക് ലഭിക്കാറുണ്ട്. ഈ മാസത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ നിങ്ങളുടെ ഫോണിലെ എൻ്റെ റേഷൻ കാർഡ് ആപ്പ് വഴിയും നിങ്ങൾക്ക് തത്സമയം പരിശോധിക്കാവുന്നതാണ്. ഇനി പ്രത്യേക ആനുകൂല്യങ്ങളും ഉത്സവകാല കിറ്റുകളും. ഇതുകൂടാതെ വരാൻ പോകുന്ന ഉത്സവകാലങ്ങൾ പ്രമാണിച്ച് അല്ലെങ്കിൽ മുൻകാലത്തെ പോലെ പ്രത്യേക ഭക്ഷണ കിറ്റുകളോ അധിക റേഷനോ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി അടുത്ത മാസങ്ങളിലും തുടരുന്നതിനാൽ വലിയൊരു ആശ്വാസമാണ് സാധാരണക്കാരന് ലഭിക്കുന്നത്. നിയമങ്ങളിൽ വരുന്ന ഓരോ ചെറിയ മാറ്റങ്ങളും ആനുകൂല്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ കൃത്യസമയത്തെ അറിയിക്കുന്നതായിരിക്കും. നീലയും വെള്ളയും കാർഡുകാർക്കും സർക്കാർ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ സാധിക്കും. കൂടാതെ പ്രത്യേക സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന സഹായ പദ്ധതികളിലും ഇവർക്ക് അർഹത ലഭിക്കാം. അതിനാൽ എൻ്റെ കാർഡിന് ഒന്നും കിട്ടിയില്ല എന്ന് മുൻകൂട്ടി കരുതേണ്ടതില്ല.
റേഷൻ കാർഡിന്റെ നിറം മാത്രമല്ല സർക്കാർ പ്രഖ്യാപനങ്ങളും നിർണായകമാണ്. ഇവിടെ പറയുന്ന റേഷൻ അളവുകളും ആനുകൂല്യങ്ങളും സർക്കാർ പുറപ്പെടുവിക്കുന്ന ഏറ്റവും പുതിയ ഉത്തരവുകൾ അനുസരിച്ചും മാറാവുന്നതാണ്. അതിനാൽ നിങ്ങളുടെ റേഷൻ കാർഡിന് ഈ മാസം അനുവദിച്ചിരിക്കുന്ന കൃത്യമായ അളവ് റേഷൻ കടയിലോ ഔദ്യോഗിക റേഷൻ ആപ്പിലോ പരിശോധിക്കുന്നതാണ് ഏറ്റവും വിശ്വസനീയമായ മാർഗം. അർഹതപ്പെട്ടത് അറിഞ്ഞു വാങ്ങുക, അവകാശങ്ങൾ വിട്ടുപോകാതെ കാക്കുക, അതാണ് ഒരു നല്ല പൗരന്റെ ലക്ഷ്യം. റേഷൻ കാർഡ് വെറും ഒരു തിരിച്ചറിയൽ രേഖയല്ല, അത് നമ്മുടെ അടുക്കളയുടെ കാവൽക്കാരനാണ്. റേഷൻ കാർഡ് BPL ആക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിലെ തൊട്ടു മുൻപത്തെ വീഡിയോ തീർച്ചയായും കാണുക. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയൊരു പ്രയോജനമാണ്. പുതിയൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.